മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്കാണ് നമ്മൾ പോകുന്നത്. കുണ്ട്രയിലെ സിയാദിന്റെ മരണത്തിലെ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുണ്ട്ര പോലീസ് വ്യാജരേഖ ചമച്ചു. കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച ശേഷം സിയാദിനെ മറ്റൊരാൾ മർദ്ദിച്ചു എന്ന പേരിൽ ബന്ധുവിൽ നിന്ന് വ്യാജമൊഴി രേഖപ്പെടുത്തി. സിയാദ് മരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പോലീസ് എഴുതിയ മൊഴിയിൽ തന്നെ കൊണ്ട് ഒപ്പിടിയിക്കുകയായിരുന്നു എന്ന് ബഷീർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഈ സിയാദിന്റെ ബാപ്പയുടെ സഹോദരൻ ഇത്തരത്തിൽ പുറത്തു വെച്ച് ഒരാൾ സിയാദിനെ മർദ്ദിച്ചു, ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു പോയ ശേഷം ഒരാൾ മർദ്ദിച്ചു എന്ന് മൊഴി നൽകി എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴിയുടെ പകർപ്പൊക്കെ തന്നെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ബഷീർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. 25-ാം തീയതി താങ്കളുടെ മൊഴി എടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു? മരണം അറിഞ്ഞ് ഞാൻ അവിടെ വന്നു. അറിഞ്ഞു വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മൊഴി എഴുതണമെന്ന് മൊഴി എഴുതിയാൽ ഇവിടുന്ന് പോലീസുകാരെ കൊണ്ട് അവിടെ പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞ് വല്ലതും അറിയാമെന്ന് ചോദിച്ചു. നമ്മൾ സാറേ ഞാൻ മരണം അറിഞ്ഞു വന്നതാണ്. മരണം അറിഞ്ഞു. അവൻ അതിന് മുമ്പേ 2 പ്രാവശ്യം ഒരു പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു. എന്നെ ശരിക്ക് ഇടിച്ച് വെച്ചാപ്പാന്ന് പറഞ്ഞു. എന്നെ ശരിക്ക് ഇടിച്ച് എനിക്ക് അനങ്ങാൻ വയ്യാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് നീ എന്തൊരു കാര്യം പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പെറ്റീഷൻ കൊടുക്കാനും പിന്നെ അങ്ങ് പമ്മി എന്തുവാ. അപ്പം പോലീസുകാർ ഇടിച്ചാന്ന് എനിക്ക് നല്ല ഉറപ്പ് അവനിക്ക് ഉണ്ട്. അതിനെ കൊണ്ട് പേടിച്ച് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, വാപ്പാടത്തൊന്നും പറഞ്ഞില്ല. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റേഷൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം എഴുതി വെച്ചിട്ട് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തു. നമ്മളോട് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ മൊഴി എടുത്തിട്ടാണോ അവർ എഴുതിച്ചത്? അവരെല്ലാം എഴുതി വെച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഞാൻ കൊടുത്തു. അതായത് നേരത്തെ അവർ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. എന്നെ കൊണ്ട് എഴുതിച്ചിട്ട് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു. 25-ാം തീയതി ആയിരുന്നു സംഭവം. 25-ാം തീയതി, അതായത് സിയാദ് മരിക്കുന്ന ദിവസം. എന്താ എഴുതി വെച്ചെന്നല്ലോ അവർ പറഞ്ഞിരുന്നോ? അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എഴുതി ഒപ്പിട്ട് കൊടുത്ത്. ഞാൻ ഒപ്പിട്ട് കൊടുത്ത് എഴുതി. അവര് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നായിരുന്നു. അപ്പം ആ ഒരു കത്ത് പുറത്തുവിട്ടിട്ടാണ് സിയാദിന്റെ ചെറിയാപ്പയായിട്ടുള്ള താങ്കൾ ബഷീർ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. പുറത്തു നിന്ന് ആരോ ഒരാൾ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ ആക്രമിച്ചു. നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്ത് വന്ന ശേഷം അവർ തമ്മിൽ അടിയുണ്ടായി. അങ്ങനെയാണ് മധുരമായിട്ട്. അങ്ങനെയുള്ള വെറുതെ പുറത്തൊന്നും അടിയുണ്ടായിട്ടില്ല. അങ്ങനെ പുറത്ത് അടിയുണ്ടാക്കുന്നൊരു കക്ഷിയല്ല അത്. നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഈ പോലീസ് എന്തിനായിരിക്കും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും? തീർച്ചയായിട്ടും സാറേ രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നതന്നെ, അല്ല വേറെ ഒന്നുമില്ല അതിനകത്ത്. അതിനുശേഷം പോലീസ് എന്തെങ്കിലും ബന്ധപ്പെടുകയും ചെയ്തു? അല്ല, അതിനുശേഷം എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഉണ്ടോ. ഞാൻ പറഞ്ഞു ശരി സാറേ ഞാൻ വരും. ഞാൻ പിന്നെ പോയില്ല, ഞാൻ എടുത്തില്ല, ഫോൺ എടുത്തില്ല. അതായത് പോലീസ് രക്ഷപ്പെടാൻ വേണ്ടി ബോധപൂർവ്വം തട്ടിപ്പ് നടത്തിയ ഈ സംഭവം ഉണ്ടാകുന്ന മരണത്തിന് ശേഷമാണ് ബഷീറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. ആ ബഷീറിന്റെ വാക്കുകൾ അനുസരിച്ച് നേരത്തെ ഒരു മൊഴി തയ്യാറാക്കി വെച്ചിരുന്നു. ആ മൊഴിക്കകത്തേക്ക് ഒപ്പ് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം സംഭവം വിവാദമായ സമയത്താണ് ഈ ബഷീർ നേരത്തെ മൊഴി നൽകിയിരുന്നു. സിയാദ് മറ്റൊരാളുമായി അടിയുണ്ടാവുകയും ആ മർദ്ദനത്തിന്റെ ഭാഗമായിട്ടാണ് പരിക്കേൽക്കുകയും ചെയ്തതെന്നുള്ള ഒരു കള്ളക്കഥ മെനയുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടമായത്. കൂടെ ജോലി ചെയ്യുന്ന ആളെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ആ ജീവനൊരു വിലയുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം വീണ്ടും ഇപ്പോഴും ബഷീറിനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ്. എന്തായാലും ഇത് പോലീസിന്റെ ഒരു കള്ളക്കളിയാണ് എന്നുള്ള കാര്യമാണ് തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെയാണ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത്. ക്യാമറമാൻ ഷാനവാസ് പെരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.